ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ്. എന്താണ് പേര്? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക്? അപ്പോൾ ഈ ടെക്സ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. എന്താണ് കുറച്ച് ചിത്രങ്ങൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വസ്തുക്കളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് തന്നിട്ടുണ്ട്, പെൻസിൽ തന്നിട്ടുണ്ട്, കണ്ണാടി തന്നിട്ടുണ്ട്, അതുപോലെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അതേപോലെ ബലൂൺ തന്നിട്ടുണ്ട് അല്ലെ? അപ്പം ഇവയെല്ലാം നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ ഈ മാറ്റർ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിനെ ദ്രവ്യം എന്നാ പറയാ അല്ലെ? അപ്പം മാറ്ററിനെ കുറിച്ച് നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിന്ന് നോക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയം ഈ മാറ്ററിന്റെ പ്രോപ്പർട്ടീസുകൾ, അവരുടെ സവിശേഷതകൾ എന്താണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പടം തന്നു. ആ പടത്തില് നമുക്ക് തന്നിരിക്കുന്ന ആ വസ്തുക്കളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഓക്കെ, വാട്ട് ആർ ദ ഒബ്ജക്ട് സീൻ ഇൻ ദ പിക്ചർ? അപ്പൊ എന്തൊക്കെയാ കാണാം? ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണാം അല്ലെ? ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണാം, പിന്നെ പെൻസില് കാണാം, ഗ്ലാസ് കാണാം, ബലൂൺ കാണാം, സ്പെക്ടക്കിൾസ്, പിന്നെ മാച്ച് ബോക്സ് അല്ല, നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിനകത്ത് എഴുതാം. സോ ഞാനിപ്പം എക്സെട്ര എഴുതുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് കോമ്പസ് ഉണ്ട്, സ്കെയിൽ ഉണ്ട്, സെറ്റ് സ്ക്വയർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അതിനകത്തേക്ക് എഴുതണം. ഓക്കെ, അപ്പം ഞാനത് വളരെ ചെറുതാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്രമായിട്ട് എഴുതാണ്. അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് എഴുതുക. ഇനി നമുക്ക് ഈ ഓരോ മെറ്റീരിയൽസിനകത്തും എന്തൊക്കെ ഉണ്ടാവും? അതായത് നമ്മുടെ ഒരു രണ്ട് മെറ്റീരിയൽസ് എടുക്കണം, ബലൂണും പെൻസിലും. അപ്പൊ ഈ ബലൂണ് പെൻസിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസുകളാണ് ആ ഒരു ഒബ്ജക്റ്റിനകത്ത് ഉള്ളത് എന്നുള്ളതാണ് നമ്മളോട് എഴുതാനായിട്ട് പറയുന്നത്. ഇപ്പൊ ബലൂൺ എടുക്കാം. ബലൂൺ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബലൂൺ എന്ന് പറയുന്നത് അത് എന്താണ്, നമ്മൾ വീർപ്പിച്ചൊരു ബലൂണ് മുകളിൽ കെട്ടി ഇട്ടിരിക്കുന്ന ബലൂണാണ്. സോ ആ ബലൂണിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ബലൂണിനകത്ത് എയർ ഉണ്ട്, നമുക്കറിയാലോ. അപ്പൊ എയർ ഉണ്ട്. അതേപോലെ ബലൂൺ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റബ്ബർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആ ഒബ്ജക്റ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉള്ളത്? എയർ എന്ന് പറയുന്നതും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? റബ്ബറും ഉണ്ട്. ഓക്കെ, റബ്ബറും ഉണ്ട്. ആണ് റബ്ബറുണ്ട്. ഇനി നമുക്ക് പെൻസിലിലേക്ക് പോവാം. പെൻസിലിലേക്ക് പോവാണെങ്കിൽ പെൻസിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെറ്റീരിയൽസ് എന്തൊക്കെ ആയിരിക്കും? നമുക്കറിയാം, നമ്മുടെയൊക്കെ പെൻസിൽ തടിക്കഷ്ണം വെച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മുടെ പിക്ചറിനകത്ത് കാണുന്നത് എന്താണ്? വുഡ് ആണ് അല്ലെ? വുഡ് പെൻസിലാണ്. സോ വുഡ് ഉണ്ടെന്ന് പറയാം. അതേപോലെ നമ്മൾ ആ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു റോഡിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ് എന്നാ പറയാ. ഓക്കെ, ഗ്രാഫൈറ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തിരിക്കും. ഗ്രാഫൈറ്റ് എന്നാ പറയാ. ഈ ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. പേപ്പറിലൊക്കെ നമ്മൾ എഴുതുന്നത് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന റോഡ് വെച്ചിട്ടാണ് നമ്മൾ പെൻസിലില് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം there are many objects of diverse nature around us. All these are made up of different materials, and we are familiar with the physical states of materials, which are different physical states of material seen around us. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ എന്താണ് നേച്ചറില് ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മെറ്റീരിയൽസുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ സോളിഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കാം. സോളിഡ്സ് പഠിച്ചിട്ടുണ്ട്, ലിക്വിഡ് പഠിച്ചിട്ടുണ്ട്, പിന്നെന്താണ്, ഗ്യാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസ്, ഇങ്ങനത്തെ 3 ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. സോ നമ്മളുടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് തന്നിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ, അതിനെ നമുക്ക് ഇങ്ങനെ സോളിഡ്സ്
ഏതാണ്, ലിക്വിഡ്സ് ഏതാണ്, അതുപോലെ ഗ്യാസസ് എന്താണ് എന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ നമുക്കതൊന്ന് കാറ്റഗറൈസ് ചെയ്താലോ? നമ്മൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ആ പിക്ചറിൽ നമ്മൾ അതിൽ ഏതൊക്കെയാണ് സോളിഡ് ആയിട്ടുള്ളതും ഏതൊക്കെയാണ് ഗ്യാസ് ആയിട്ടുള്ളതും ഏതൊക്കെയാണ് ലിക്വിഡ് ആയിട്ടുള്ളതും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? അപ്പൊ നമുക്കൊന്ന് ക്യാരക്ടറൈസ് ചെയ്യാം. നമുക്ക് തന്നെ തരംതിരിച്ചിടാം. സോ അതാണ് നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോ സോളിഡ് എന്ന് പറയുന്നതും ലിക്വിഡ് എന്ന് പറയുന്നതും ഗ്യാസ് എന്ന് പറയുന്നതും ഏതാണെന്ന് പറയാം നമുക്ക്. സോ സോളിഡ് എടുക്കാം. നമ്മുടെ പിക്ചറിലേക്ക് നിങ്ങൾ നേരെ പോവുകയാണെങ്കിൽ അവിടെ സോളിഡ് ആയിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളാണ് അവിടെ ഉള്ളത്? നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബലൂൺ എടുക്കാം. ബലൂൺ എന്ന് പറയുമ്പം ബലൂൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ആയിട്ടുള്ളതല്ലേ? സോ ബലൂൺ എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഓക്കെ, ബലൂൺ എന്ന് പറയുന്ന ഒരു സോളിഡ് ആണ്. പിന്നെ എന്താണ് സോളിഡ് ആയിട്ടുള്ള വസ്തു? പെൻസിൽ ഒരു സോളിഡ് അല്ലേ? പെൻസിൽ ഒരു സോളിഡ് ആണ്. അതുപോലെ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്രമാണ് എഴുതുന്നത്. നിങ്ങൾക്ക് പക്ഷെ എന്ത് ചെയ്യാം, അത് ഫുള്ളായിട്ട് അതിലത്തെ വസ്തുക്കളെല്ലാം എഴുതാം. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് എഴുതാം. പിന്നെ എന്താ ഉള്ളത്? സ്പെക്ടക്കിൾസ് അല്ലെ? ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാണ്. ഓക്കെ, സ്പെക്ടക്കിൾസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ലിക്വിഡിന് അവിടെ എക്സാമ്പിൾ ആയിട്ട് എന്താ തന്നിട്ടുള്ളത്? ലിക്വിഡ് ആയിട്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ള വസ്തു ഏതാണ്? വാട്ടർ അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡിന് എക്സാമ്പിൾ അല്ലേ? സോ വാട്ടർ. ഓക്കെ, ഇനി എയർ. ഗ്യാസിന് എക്സാമ്പിൾ ആയിട്ട് അവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്കറിയാം ബലൂണിനുള്ളില് എന്താണുള്ളത് എന്ന് നമുക്കറിയാം. എന്താണ്? വായു അഥവാ എയർ. അപ്പം എയർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാസിന് എക്സാമ്പിൾ ആണ്. റൈറ്റ്? ഓക്കെ, ശരി. ഇനി നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് ദ്രവ്യം അതായത് മാറ്റർ എന്താണെന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയാം. മാറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് മാറ്റർ എന്ന് പറയുന്നത് ഒരു എന്ത് വസ്തുവുമാവാം. അവയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ആവശ്യമാണ്. അതായത് അവന് നിൽക്കാനായിട്ട് അവൻ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം എങ്കില്, അതായത് അവൻ എവിടെയെങ്കിലും നിലനിൽക്കണമെങ്കിൽ അവന് എന്ത് വേണം? ഒരു സ്പേസ് വേണം അല്ലെ? അപ്പൊ സ്പേസ് ആവശ്യമാണ്. അതേപോലെ അവന് ഒരു മാസം ഉണ്ടായിരിക്കും. മാസം എന്താണ്? ഒരു അവനൊരു മാസ് ഉണ്ടാവും. ഓരോ വസ്തുക്കൾക്കും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു മാസ് ഉണ്ട്. അപ്പം മാസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെ 9-ലൊക്കെ നമ്മൾ പഠിക്കും. അപ്പം മാസ് എന്ന് പറയുന്നത്, അതായത് എല്ലാ വസ്തുക്കൾക്കും എന്താണ്? ഒരു മാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് തെളിയിക്കാനായിട്ട്, അതായത് ഈ വസ്തുവിന് ഒരു സ്പേസ് ആവശ്യമാണ് നമ്മൾ പറഞ്ഞു, അതേപോലെ ഇതിന് മാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുറച്ച് ആക്ടിവിറ്റീസുകൾ ചെയ്യാം. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ മാറ്ററിന് സ്പേസ് വേണമെന്നുള്ളതും അതേപോലെ ഈ മാറ്ററിന് എന്തുണ്ടെന്നുള്ളത്, മാസ് ഉണ്ട് എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ഫിഗർ 4.1 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം ഈ ഫിഗർ 4.1 എന്താ തന്നിരിക്കുന്നത്? ആദ്യത്തെ ബീക്കറിൽ എടുക്കുകയാണെങ്കിൽ ആ ബീക്കറിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അല്ലെ? നിറച്ചല്ല, അതിന്റെ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പം പകുതിയോളം വെള്ളം എടുത്ത ബീക്കറിലേക്ക്, ആ അതേ ബീക്കറിലേക്ക് എന്ത് ചെയ്യാണ്? ഒരാള് കല്ല് കെട്ടി തൂക്കി എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിലേക്ക് മുക്കുകയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പടത്തിൽ നമ്മൾ നോക്കുമ്പോ എന്തൊക്കെ മാറ്റാണ് ആ രണ്ട് ബീക്കറിലും സംഭവിച്ചത്? അല്ലെ, അതായത് രണ്ടാമത്തെ ബീക്കറിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? ആ കല്ല് മുക്കിയപ്പോ ഈ ജലത്തിലെ, അതായത് ബീക്കറിനുള്ളിലെ ആ ജലത്തിന്റെ ജലനിരപ്പ് ഉയർന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? അപ്പം അതിന്റെ കാരണം എന്താണെന്നുള്ളത് ടീച്ചർ വഴിയേ പറയാം. അപ്പം നമുക്ക്
എന്തൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗറിൽ എന്തൊക്കെ സാധനങ്ങളാണ്, അതായത് എന്തൊക്കെ റിക്വയർമെന്റ്സ് തിങ്സുകളാണ് എന്താണ് ആവശ്യമായിട്ട് നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്തിന് ആൻസർ ചെയ്യുക. എന്താണ് എന്തൊക്കെ ആവശ്യമായിട്ടാണ് നമുക്ക് വന്നത്? ബീക്കർ വന്നിട്ടുണ്ട് അല്ലെ? ബീക്കർ ഉണ്ട്, പിന്നെന്താ, വാട്ടർ ആവശ്യമാണ്, സ്റ്റോൺ ആവശ്യമാണ്, പിന്നെന്താ, സ്ട്രിങ് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു. അതായത് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുക? നമ്മൾ ബീക്കർ എടുക്കുന്നു, ബീക്കറിലേക്ക് വെള്ളം ഒഴിക്കുന്നു, ആ വെള്ളത്തിലേക്ക് നമ്മൾ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന കല്ല് മുക്കുന്നു. ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ജസ്റ്റ് എഴുതുക. ഓക്കെ, ഇനി ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ആഫ്റ്റർ ഒബ്സർവിങ് ദ ഫിഗർ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് നമ്മൾ അവിടെ ചെയ്തത് എന്നുള്ളത്. എങ്ങനെയാണ് ചെയ്തത്? നമ്മള് ഒരു സ്റ്റോൺ എടുത്തു, അതിനെ നമ്മൾ മുക്കി. അപ്പോ ആ വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെ അതിൽ എഴുതാം? നമ്മളുടെ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത് എന്നുള്ളത് എഴുതാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതാം, പക്ഷെ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലെല്ലാം എല്ലാവരും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഇത് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോട്ട് തരാണ്. സോ എന്താണ് നമ്മൾ ഇവിടെ കാണുക? നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്? നമ്മളുടെ ആ ഒരു സ്റ്റോണിനെ നമ്മൾ ആ വാട്ടറിലേക്ക്, ആ ബേക്കറിനുള്ളിലെ വാട്ടറിലേക്ക് നമ്മൾ മുക്കി കൊടുക്കുകയാണ്, താത്തി കൊടുക്കുകയാണ്. സോ അതാണ് നമ്മളിവിടെ എഴുതുന്നത്. Immerse a stone at the end of a string in water taken in a beaker. Okay. ഇനി what happened to the water level when the stone is dipped in water? What is the reason? സോ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, നമ്മുടെ ഈ സ്റ്റോൺ ഇങ്ങനെ ഡിപ്പ് ചെയ്തല്ലോ വാട്ടറിലേക്ക്, ഇങ്ങനെ വാട്ടറിലേക്ക് അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്തല്ലോ. അപ്പൊ ഈ വാട്ടറിലേക്ക് നമ്മൾ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം എന്താണ് വാട്ടറിന് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? വാട്ടർ ലെവൽ റൈസസ്. അതിന്റെ റീസണും കൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നു? റൈസസ് ചെയ്യുന്നു, കൂടുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണ് ഈ വാട്ടർ ലെവൽ കൂടാനായിട്ട് കാരണം? നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു വസ്തുവിനെ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? സ്പേസ് വേണം. സോ നമ്മളുടെ ഈ കല്ല് ഈ വാട്ടറിലേക്ക് മുക്കിയപ്പോ അതിന്റെ സ്പേസ് അവന് ആവശ്യമായതുകൊണ്ട് അവന്റെ സ്പേസ് അത് എടുത്തു. ആ കല്ലിന്റെ സ്പേസ് എടുക്കുകയാണ് ചെയ്തത്. കല്ലിന്റെ സ്പേസ് എടുത്തപ്പോ എന്ത് സംഭവിച്ചു? വാട്ടർ ലെവൽ എന്ന് പറയുന്നത്, വാട്ടറിനും സ്പേസ് ആവശ്യമാണല്ലോ. സോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കൂട്ടി, അവന്റെ സ്പേസ് കുറച്ചുകൂടെ കൂട്ടിയെടുത്തു. വാട്ടറിന്റെ ലെവൽ കുറച്ചുകൂടെ കൂട്ടിയെടുത്തു. അതുപോലെ കല്ലിന്റെ സ്പേസിന് കിട്ടാൻ വേണ്ടിയിട്ട് കല്ലും ആ സ്പേസ് എടുത്തു. വാട്ടറിന്റെ കുറച്ച് സ്പേസ് ആ കല്ലും എടുക്കുകയാണ് ചെയ്തത്. സോ സ്റ്റോൺ നീഡ്, സോ because the stone need some space to occupy. Okay.
വാട്ടർ ലെവൽ റൈസസ് ബിക്കോസ് ദ സ്റ്റോൺ നീഡ് സം സ്പേസ് ടു ഓക്യുപ്പൈ. ഞാൻ എഴുതിയിരിക്കുന്നത് ചിലപ്പം മനസ്സിലാവാൻ വഴിയുണ്ടാവില്ല. ഞാൻ കൂടെ ഇത് എന്താണ് എഴുതിയേക്കുന്നുള്ളതും കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റും കൂടെ, അതായത് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. fill the 3/4 of a straw with water. Keep a dry glass tumbler perpendicularly immersed in water in the straw. അപ്പം നമ്മളോട് ഇവിടെ ഒരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിലേക്ക് നമ്മൾ വാട്ടർ നിറച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു ടംബ്ലർ എടുക്കുന്നു. അതിനകത്ത് എന്തില്ല, വാട്ടറോ ഒന്നുമില്ലാതെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ടംബ്ലർ എടുക്കുന്നു. ആ ടംബ്ലർ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വാട്ടറിലേക്ക് നമ്മൾ താഴ്ത്തി കൊടുക്കുകയാണ്. ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ അതിന്റെ വായ്ഭാഗം വാട്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു, താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ അതിന്റെ വാട്ടർ ലെവലിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? യെസ്. എന്ത് മാറ്റമാണ് സംഭവിക്കുക? വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കൂടുകയാണോ കുറയുകയായിരിക്കോ ചെയ്യുക? ഒരു ടംബ്ലറ് നമ്മൾ മുക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് പെർപെൻഡിക്കുലറി നമ്മൾ അതിന് മുക്കി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കൂടുമായിരിക്കോ കുറയുമായിരിക്കോ? കുട്ടികളെ പറയൂ. കൂടുമായിരിക്കും അല്ലെ? നമ്മൾ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സ്പേസ് ആവശ്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊരു വസ്തുവിനും നമുക്കൊരു സ്പേസ് ആവശ്യമാണ്. മാറ്റർ ഹാസ് ഒരു സ്പേസ്. അത് സോറി, മാറ്റർ എന്ന് പറയുന്നത് ഓക്യുപ്പൈ സ്പേസ്, അത് നമ്മൾ പഠിച്ചു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വാട്ടർ എന്ന് പറയുന്നതിന് നമ്മൾ ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കൂടുമെന്ന് നമുക്ക് പറയാം. Water level rises. The water level rises. Okay. And this water enter the tumbler. Does water enter the tumbler? അതായത് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, എന്ന് ചോദിക്കുകയാണ്. അതായത് വാട്ടർ വാട്ടർ എന്ന് പറയുന്ന ടംബ്ലറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മളോട്. എനിക്ക് തോന്നുന്നുണ്ടോ വാട്ടർ എന്ന് പറയുന്നത് ആ ടംബ്ലറിന്റെ ഉള്ളിലേക്ക് കയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ് ഓർ നോ? നോ. കാരണം എന്താണ്? നമുക്കറിയാം, നമുക്ക് ചുറ്റും എന്തുണ്ട്, എയർ ഉണ്ട്. നമ്മളെല്ലാരും ശ്വസിക്കുന്നത് എയർ ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും എയർ ആവശ്യമാണ്. അപ്പം എല്ലാ നമ്മളുടെ ഈ എന്താണ് ഭൂമി ചുറ്റും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടംബ്ലറിൽ നമ്മളെ എയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പെർപെൻഡിക്കുലറി ആണ് നമ്മൾ ഈ വാട്ടറിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്നത്, മുക്കി വെക്കാനായിട്ട് നോക്കുന്നത്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ എന്ത് മെറ്റീരിയൽ ആണ് നമ്മളുടെ ഈ ഒരു ടംബ്ലറിനകത്ത് ഓൾറെഡി ഉള്ളത് എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് തന്നിരിക്കുന്നത്? എയർ ആണ് അല്ലെ? എയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനകത്തോട്ട് വെള്ളം കയറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.
അതുപോലെ is there a relationship between the volume of this material and the difference in the water level? അതായത് ഇവിടെ നമ്മളുടെ വോളിയം ഓഫ് ദ മെറ്റീരിയൽ, അതായത് മെറ്റീരിയലിന്റെ വോളിയവും അതുപോലെ വാട്ടർ ലെവലിന്റെ ആ ഒരു ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, നമ്മളുടെ സ്റ്റോൺ എടുക്കുകയാണെങ്കിലും നമ്മളുടെ ഈ ഒരു ടംബ്ലർ എടുക്കുകയാണെങ്കിലും അതിനൊരു പർട്ടിക്കുലർ വോളിയം അല്ലെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് വേണം എന്നുള്ള രീതി നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ വോളിയം അതിനുണ്ട് അല്ലെ, അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. ആ വോളിയത്തിൽ ഇരിക്കാനായിട്ടുള്ളതാണ്, ആ സ്പേസ് ആണ് അവൻ എടുത്തിട്ടുള്ളത്. ടംബ്ലർ ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള വോളിയത്തിനുള്ള ആ ഒരു സ്പേസ് ആണ് അവൻ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എടുക്കുമ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു വോളിയത്തിന് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസിൽ അവൻ ആ വെള്ളത്തിൽ അത് ഇരിക്കുമ്പോൾ ആ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കൂടും. അതായത് വാട്ടർ ലെവലിനും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോ ചെറിയൊരു കല്ലാണ് നമ്മൾ ഇടുന്നതെന്ന് വിചാരിക്കാം, വളരെ ചെറുതായിട്ടുള്ള ഒരു കല്ല്. അപ്പം അതിന് എന്തുണ്ടാവില്ല, വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല, വാട്ടർ ലെവലിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. വലിയ ചെറിയ ടംബ്ലർ ആണ് എടുക്കുന്നെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, വലിയ വ്യത്യാസം ഉണ്ടാവില്ല വാട്ടർ ലെവലിന്. അപ്പം അതിന്റെ വോളിയം ഓഫ് ദ മെറ്റീരിയലിനും അതുപോലെ വാട്ടർ ലെവലിന്റെ ഡിഫറൻസിനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ യെസ് കൊടുക്കാം. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റില്, നമ്മുടെ ഈ കഴിഞ്ഞ പോയ ഒരു എക്സ്പെരിമെന്റില് നമ്മൾ പറഞ്ഞു സ്പേസ് നമ്മൾ പറഞ്ഞിരുന്നു, മാറ്ററിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമ്മൾ മാറ്ററിന് എന്തുണ്ടെന്നും കൂടെ പറഞ്ഞായിരുന്നു. മാറ്ററിന് നമ്മൾ ഒരു എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ്. അപ്പൊ ഈ മാസ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും ഉള്ളതാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തിനും മാസ് ഉണ്ടെന്ന് പറയാം. മാസ് എന്ന് പറയുന്നത് എയറിനും ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റത്തില്ലേ? അതായത് എയർ എന്ന് പറയുന്നതിനും ഒരു മാസ് ഉണ്ട്, അതേപോലെ എയർ എന്ന് പറയുന്നതിനും എന്തുണ്ട്, ഒരു സ്പേസ് ആവശ്യമാണ് എന്നുള്ളത്. അതായത് മെയിൻലി നമുക്ക് എയർ എന്ന് പറയുന്നതിന് എയറിന് എന്ത് ആവശ്യമാണ് നമുക്ക് മനസ്സിലായി. എയർ റിക്വയർസ് സ്പേസ് ടു ഓക്യുപ്പൈ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ എയറിന് മാസ് ഉണ്ടോന്നും കൂടെ നമുക്ക് നോക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതില് നമുക്ക് എക്സ്പെരിമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ബലൂണുകളുണ്ട്. ആ 2 ബലൂണുകളും നമ്മൾ വീർപ്പിച്ച് കെട്ടി തൂക്കി ഒരു 30 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു മെറ്റൽ സ്കെയിലിൽ നമ്മൾ കെട്ടി തൂക്കുകയാണ്. അതിന്റെ നടുക്കായിട്ട് നമ്മൾ ഒരു ത്രാസ് പിടിക്കാൻ പോലുള്ള രീതിയിൽ അതിന്റെ നടുക്ക് നമ്മൾ അതിനൊരു നൂല് വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കെട്ടി തൂക്കിയിടുമ്പോ അതില് ഒരു ബലൂണില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒട്ടിക്കുന്നുണ്ട്. സെലോ ടേപ്പ് വെച്ച് നമ്മൾ അതിനെ ഒട്ടിക്കുന്നുണ്ട്. ആ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച ആ ബലൂണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂചി വെച്ചിട്ട് നമ്മൾ കുത്താണ്. അപ്പം നമുക്കറിയാം സൂചി വെച്ച് കുത്തുമ്പം എന്താ സംഭവിക്കുക, അതിന്റെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന്റെ എന്താണ് അതിലെ ഉള്ളിലെ എയർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം അല്ലെ? സോ നമ്മൾ എന്താണ് കാണുന്നത്, എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മള് നമ്മൾ ആ ഒരു ബലൂണിനെ പൊട്ടിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും, അതിനുള്ളിലെ ആ എയർ എന്ന് പറയുന്നത്, പൊട്ടിച്ച ബലൂണിലെ എയർ എന്ന് പറയുന്നത് പുറത്തേക്ക് പോവുകയും ഈ ബലൂൺ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അത് മാത്രമാണോ ചെയ്യുക? നമുക്ക് അറിയാം, ഭാരം കൂടിയ വസ്തുക്കള് നമ്മളിപ്പോ ത്രാസിലിടുകയാണെങ്കിലൊക്കെ ഭാരം കൂടിയ വസ്തുക്കൾ എന്ത് ചെയ്യും, താഴത്തേക്ക് പോവുകയും ഭാരം കുറഞ്ഞത് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ല അല്ലേ? അപ്പൊ നമ്മൾ ത്രാസൊക്കെ ഉണ്ടാക്കി, നമ്മൾ എന്താണ് ചിരട്ട ത്രാസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭാരം കൂടിയ
ഭാരം കുറഞ്ഞത് മുകളിലേക്ക് പോവും. അപ്പം അങ്ങനെയാണ് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാ സംഭവിക്കുക. ഭാരം കുറവുള്ളത്, വായു കുറവുള്ളത് നമ്മളുടെ ഈ പൊട്ടിച്ച ബലൂണിലായിരിക്കും. അപ്പൊ ആ പൊട്ടിച്ച ബലൂൺ എന്ത് ചെയ്യും? മുകളിലേക്ക് പോവുകയും ഭാരം ഉള്ള അല്ലെങ്കിൽ എയർ ഫില്ലായിട്ടുള്ള ബലൂൺ എന്ന് പറയുന്നത് താഴത്തേക്ക് പോവുകയും ചെയ്യും. അല്ലെ? അപ്പം അതാണ് നമുക്കിവിടെ വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ് എന്ന് പറയുന്നത്? ദ എയർ ഇൻ ദ ബലൂൺ മൂവ്സ് ഔട്ട്. The air in the balloon moves out. Air need a space to occupy. ഓക്കെ, അതായത് എയറിന് എന്ത് ആവശ്യമാണ്? ഒരു സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ടാണ്, അതായത് നമ്മുടെ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അതിന് എന്ത് സംഭവിച്ചു? അതിന്റെ ആ ഉള്ളിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ്, ആ എയറിന് ബലൂണിനുള്ളിൽ ഇരിക്കാനുള്ള സ്പേസ് എയറിന് നഷ്ടമായി. സോ എന്ത് ചെയ്യാണ് ഈ ബലൂണിനുള്ളിലെ എയർ? അതിന് ഇരിക്കാൻ പറ്റുന്ന സ്പേസിലേക്ക് അത് അങ്ങ് പോവുകയാണ്. അതാണ് അവിടെ ആ ബലൂണിലെ എയർ എന്ന് പറയുന്നത് പോയിട്ട് അതിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസിലേക്ക് അവ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഫ്രം ദിസ് എക്സ്പെരിമെന്റ് വാട്ട് inference ക്യാൻ ബി ഡ്രോൺ about the properties of matter? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? മാറ്റർ occupy സ്പേസ്. മാറ്റർ occupies സ്പേസ് എന്ന് പറയാം. അതേപോലെ മാറ്റർ ഹാസ് മാസ് എന്നും പറയാൻ പറ്റില്ലേ? പറ്റും. മാറ്റർ ഹാസ് മാസ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. മാസിനെയും സ്പേസിനെയും വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് occupy സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതാണ് നമ്മളുടെ മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ എന്ന് പറയുന്നത് എന്തു തന്നെ ആവട്ടെ, എനിത്തിങ് ദാറ്റ് occupies സ്പേസ്. അത് occupy ചെയ്യുന്ന എവിടെയാണ്? സ്പേസിലാണ്. ആൻഡ് ഈ മാറ്ററിന് എന്തുണ്ട്? മാറ്റർ ഹാസ് മാസ് ഉണ്ട്. സോ രണ്ട് പോയിന്റുകളാണ്. അപ്പൊ മാറ്റർ എന്ന് പറയുന്നത് ഇസ് എനിത്തിങ് ദാറ്റ് occupies സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസും ഉണ്ട്, അതിന് occupy ചെയ്യാനായിട്ട് സ്പേസും ആവശ്യമാണ് ഈ മാറ്റർ എന്ന് പറയുന്ന ആൾക്ക്. അല്ലെ? ഓക്കെ, ഇനി നമുക്ക് we are familiar with materials in solid, liquid and gaseous state. അപ്പം വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആർ യു ഫെമിലിയർ വിത്ത്? അതായത് നമ്മള് നമ്മള് 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന ഈ എന്താണ് സ്റ്റേറ്റ്സുകൾ സോറി, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് സോളിഡിന്റെയും ലിക്വിഡിന്റെയും അതേപോലെ ഗ്യാസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? സോളിഡിന്റെ എടുക്കാം. പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സോളിഡിന് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. അതിനൊരു മാസ് ഉണ്ട്. സോളിഡിന് ഒരു മാസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വോളിയം എടുക്കുകയാണെങ്കിൽ, അതിന്റെ എന്താണ് ഷേപ്പ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു നല്ലൊരു ഷേപ്പ് ഉണ്ട്. അതായത് അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഈ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്സ് എന്ന് പറയുന്നതിന് ഒരു മാസ് ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ടാവും. അതുപോലെ അതിനൊരു വോളിയം ഉണ്ടായിരിക്കും, പെർമനന്റ് ഷേപ്പും ഉണ്ടാവും. അപ്പൊ നമുക്കത് എഴുതാം. സോളിഡ്സിന് എന്തുണ്ടാവും? മാസ് ഉണ്ട്,
മാസ് ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ആൻഡ് പെർമനന്റ് വോളിയം ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ് ഷേപ്പ് അല്ലെങ്കിൽ പെർമനന്റ് വോളിയം ഉണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്? ലിക്വിഡിന്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലിക്വിഡിന് എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്, അതേപോലെ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടോ? ഡെഫിനറ്റ് ഷേപ്പ് അതിനുണ്ടാവുമോ? ഇല്ല, അല്ലെ? ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, കാരണം വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ഇപ്പം വാട്ടർ, ഇത് ലിക്വിഡിന് എക്സാമ്പിൾ ആയിട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിനെ നമുക്ക് പല പല പാത്രങ്ങളിൽ നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പം ആ ഏത് പാത്രത്തിന്റെ എന്താണ് ഷേപ്പ്, അതനുസരിച്ച് ഈ വാട്ടറിന് അതിന്റെ ഷേപ്പ് മാറ്റിയെടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. സോ അതിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവില്ല. സോ ഒരു മാസ് ഉണ്ട്, അതേപോലെ അതിന്റെ ഒരു എന്താണ് വോളിയം എടുക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയവും ഉണ്ടായിരിക്കും. സോ ലിക്വിഡിന് എന്തുണ്ട്? മാസ് ആൻഡ് ഡെഫിനറ്റ് വോളിയം ഉണ്ടായിരിക്കും. ബട്ട് cannot have a definite shape. Okay. ഇനി which of these properties are applicable to gases? ഗ്യാസസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഗ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനെന്തായാലും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ടാവും. പക്ഷേ ഈ നമ്മളുടെ ഗ്യാസിന് എന്തുണ്ടാവില്ല? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയമോ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പോ കാണില്ല. കാരണം ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യുമ്പോൾ അത് കംപ്രസ്ഡ് ആയിട്ട്, അതായത് അതിന്റെ വോളിയം കുറയാനും ചാൻസ് ഉണ്ട്. നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് എന്താണ് അത് നമ്മൾ വികസിപ്പിക്കണമെന്ന് വിചാരിച്ചു, അതായത് കുറച്ച് വലിയ ഒരു റൂമിൽ അല്ലെങ്കിൽ വലിയൊരു പെട്ടിക്കകത്ത് കൊണ്ടുപോയി നമുക്ക് ഗ്യാസിനെ കൊണ്ടിടുവാണെങ്കിൽ അവൻ അതിന്റെ ആ ഒരു വോളിയത്തില് അത് ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. ചെറിയ ഒരു പെട്ടികത്ത് നമ്മൾ ഗ്യാസിനെ കൊണ്ടിടുവാണെങ്കിൽ അവിടെ അതിന് സേഫ് ആയിട്ടിരിക്കും, അതിന് ഒരു പ്രശ്നമില്ല. സോ അതിന്റെ ഒരു ഡെഫിനറ്റ് വോളിയം ഉണ്ടാവില്ല, പല വോളിയത്തിൽ അതിന് നിൽക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഷേപ്പും അവയ്ക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്ക്, ഇങ്ങനെ പല വോളിയത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവുക? ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ്, ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് എങ്ങനെ ഉണ്ടാവുക? ഉറപ്പായിട്ടും അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പും വോളിയവും അതിനുണ്ടാവില്ല. പക്ഷെ അതിന് എന്തുണ്ട്? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ട്. ഓക്കെ, സോ ഗ്യാസിന് എന്തിന്റെ ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ട്. പക്ഷെ നോ ഡെഫിനറ്റ് വോളിയം ആൻഡ് ഷേപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ഒരു എന്താ പറയാ, ഒരു ടേബിളിൽ നമുക്ക് എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ ചെയ്തിട്ട് പോകാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ പഠിച്ച
പ്രോപ്പർട്ടീസ് തന്നെയാണ്. പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയായിരുന്നു? അതായത് മാറ്ററിന്റെ 3 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന് മാസ് ഉണ്ടോ, ഡെഫിനറ്റ് വോളിയം ഉണ്ടോ, പെർമനന്റ് ഷേപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കിയത്. അപ്പം സോളിഡ് എടുക്കാം. സോളിഡിന് എന്തുണ്ട്? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ടോ? അതിനൊരു മാസ് ഉണ്ടോ? ഉണ്ടല്ലേ. സോ മാസ് ഉണ്ട്. സോ നമുക്ക് ടിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന് എന്തുണ്ടോ? മാസ് ഉണ്ടോ? മാസ് ഉണ്ട്. ലിക്വിഡിനും മാസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഗ്യാസിന് എന്തുണ്ട്? മാസ് ഉണ്ടോ? യെസ്, മാസ് ഉണ്ട്. അപ്പം ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്, ഈ 3 എന്തുണ്ട്? മാസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്റ്റേറ്റ്സിന്, അതായത് ഫിസിക്കൽ സ്റ്റേറ്റ്സിനുള്ള കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇവയ്ക്ക് എല്ലാത്തിനും എന്തുണ്ട്? മാസ് ഉണ്ട്. ഓക്കെ, ഒരു മാസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡെഫിനറ്റ് വോളിയം? സോളിഡിന്, ലിക്വിഡിന്, ഗ്യാസിന് ഒക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സോളിഡിന് എന്തുണ്ട്? ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വോളിയം ഉണ്ട് നമ്മൾ നോക്കിയായിരുന്നു. ഇനി ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് ആയിട്ട് വോളിയം ഉണ്ടോ? യെസ്, ലിക്വിഡിനും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. എത്ര വോളിയത്തിലാണോ നമുക്ക് വെള്ളം തന്നിരിക്കുന്നത്, അത് വേറെ ഏത് പാത്രത്തിലോട്ട് കൊടുത്താലും ഒഴിച്ചു വെച്ചാലും അതേ വോളിയത്തിൽ തന്നെ ഇരുന്നോളൂ. അത് പ്രശ്നമില്ല. അതേപോലെ ഗ്യാസിനെ നമ്മൾ വെക്കുകയാണ്. അതേപോലെ അതിനെ നമുക്ക് ഇപ്പൊ ഒരു ചെറിയ ഒരു ഡപ്പയ്ക്കകത്ത് വെച്ചാലും വലിയ ഡപ്പയ്ക്കകത്ത് വെച്ചാലും അതിന്റെ വോളിയത്തിലാണ് അത് ഇരിക്കുക. അതായത് അതിന്റെ സ്പേസിൽ അതിന് വിശാലമായിട്ടിരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ കെട്ടി വെക്കുകയാണ്, ഒരു കുഞ്ഞി പാത്രത്തിൽ നമ്മൾ എടുത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഡപ്പയിലുള്ള വോളിയത്തിൽ, ഡപ്പയുടെ വോളിയം അനുസരിച്ച് ആ ഗ്യാസസ് അവിടെ ഇരിക്കും. അതേപോലെ കുറച്ചുകൂടെ വലിയതാണെങ്കിലോ, വലിയൊരു ഡപ്പയിലകത്താണ് നമ്മൾ ഈ ഗ്യാസസിനെ നമ്മൾ കൊണ്ട് വെക്കാന്ന് വിചാരിക്കുക, അടച്ചു വെക്കാന്ന് വിചാരിക്കുക. ആ ഡപ്പയിലുള്ള വോളിയത്തിലും അതെന്താണ് വെക്കാനുള്ള കഴിവുണ്ട്. സോ അതിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൃത്യതയില്ല ആൾക്ക്, കൃത്യമായിട്ടുള്ള ഒരു വോളിയം ഉണ്ടാവില്ല. ഓക്കെ, അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ടാവില്ല. ഇനി പെർമനന്റ് ഷേപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോളിഡിന് എന്തുണ്ട്? ഒരു പെർമനന്റ് ഷേപ്പ് ഉണ്ട് അല്ലെ. നമുക്കിപ്പം തടി കഷ്ണം എടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടിക എടുക്കാം. ഇവയ്ക്കെല്ലാം എന്തുണ്ട്? ഒരു പെർമനന്റ് ഷേപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഇപ്പൊ ഒരു കൊത്തുപണിക്കാരൻ വന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു കല്ലിനെ ഒരു ശില്പമാക്കി മാറ്റാണ്. ഒരു ശില്പമായിട്ട് മാറ്റുകയാണെങ്കിൽ കൂടെയും അതിനെ നമുക്ക് ഷേപ്പായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ശില്പം എന്ന് പറയുന്നതിന് വേറെ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ശില്പമാക്കുകയാണെങ്കിൽ തന്നെ അത് പെർമനന്റ് ആയിട്ട് അത് അങ്ങനെ ഇരിക്കില്ലേ? സോ എന്ത് നമുക്ക് പറയാം? അതിനൊരു പെർമനന്റ് ഷേപ്പ് ഉണ്ടെന്ന് പറയാം. സോ സോളിഡ്സിന് എന്തുണ്ട്? പെർമനന്റ് ഷേപ്പ് ഉണ്ട്. പിന്നെ ലിക്വിഡിന് എന്തില്ല? പെർമനന്റ് ഷേപ്പ് ഇല്ല. നമ്മളൊക്കെ പറഞ്ഞതായിരുന്നു എന്താണ് കാരണം എന്നുള്ളത്. അവിടെ ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അതുപോലെ ഗ്യാസിന് എന്ത് തന്നെ ഇല്ല? പെർമനന്റ് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു കോളം നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതെന്താണെന്ന്. ഈ ഒരു ടേബിളും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിക്കൊണ്ട് വരിക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഓക്കെ, ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ. ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്ററിൽ നമുക്ക് ഒരു ബീക്കറിൽ എന്താണ് വാട്ടർ തന്നിട്ടുണ്ട്. അതില് 3/4 ഓഫ് ബീക്കർ അതിനകത്ത് വാട്ടർ തരാണ്. അതിലേക്ക് 2 or 3 crystals of potassium permanganate into it and stir well എന്ന് പറയാണ്. അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, അതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ വീഡിയോ നിങ്ങൾക്കുണ്ട്. ഞാൻ എന്ത് ചെയ്യാം? നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ വാട്ടർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇപ്പം സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യുക? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മളുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ഇമാജിനേഷൻ ചെയ്യാം. അതായത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും രസ്നയൊക്കെ ഇഷ്ടമാണോ? രസ്നയും ടാങ്കും ഒക്കെ അതിന്റെയൊക്കെ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ചെറുപ്പത്തിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? അപ്പൊ ഈ ടാങ്കും രസ്നയും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും.
കുറച്ചു പേരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് അത് കുടിക്കാനായിട്ട്. ഇപ്പൊ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഓടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം എടുത്ത് നമ്മൾ ടാങ്കും ബ്രഷിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? നമ്മളൊരു വാട്ടർ എടുക്കും, ഗ്ലാസ്സിൽ വാട്ടർ എടുക്കും. ആ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഈ ടാങ്കിന്റെ പൊടി നമ്മൾ ആഡ് ചെയ്യും അല്ലേ? അപ്പൊ ഈ ടാങ്കിന്റെ പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ടറിന്റെ കളർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭയങ്കര പച്ചവെള്ളം പോലെ. അതിന് കളറൊന്നും ഇല്ലാത്തൊരു കളറൊന്നും ഇല്ലാത്ത ഒന്നാണ് വാട്ടർ. സോ ഈ കളറൊന്നും ഇല്ലാത്ത വാട്ടറിലേക്ക് നമ്മൾ ഈ ടാങ്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ടാങ്ക് എങ്ങനെ ഇരിക്കുക? കുറച്ച് പൊടിയായിട്ടായിരിക്കും ഇരിക്കുക അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടാങ്ക് നമുക്ക്, കാരണം നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരിക്കും. ടാങ്കിന് മധുരം ഉണ്ടോ എന്ന് വരെ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമ്മളിത് എന്താണ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മള് ഈ ഒരു ഈ തരികളെല്ലാം കൂടി ലയിക്കുന്നതായിട്ട്, ഡിസോൾവ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു വാട്ടറിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസുകൾ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ടാങ്ക് ഉണ്ടാക്കുന്നു, ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കുടിക്കാനൊന്നും പറ്റത്തില്ല. കളർ കാണുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇതിന്റെ കളർ കാണാനായിട്ട്. അപ്പം അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം ഇവിടെ നമ്മള് ടാങ്കിനെയാണ് നമ്മള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് നമ്മള് അതിനെ ഓർക്കുക. കാരണം വീഡിയോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കുന്നതും അതുപോലെ റെസിൻ ഉണ്ടാക്കുന്നതും പോലെ തന്നെയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസുകൾ നമ്മളുടെ ഈ ഒരു വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടാങ്കിന്റെ കേസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ പൊടിയായിട്ടുള്ള ടാങ്ക് വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ അതിനെ ഇളക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ ഈ ടാങ്ക് എന്ന് പറയുന്നത് ഡിസോൾവ് ആകുമോ? യെസ്, അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പം അതേ കേസ് തന്നെ ആയിരിക്കില്ലേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോഴും സംഭവിക്കുക? ഓക്കെ, അത് തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പൊ നമ്മുടെ ഇവിടെ അത് തന്നെയായിരിക്കും സംഭവിക്കുക. സോ എന്താണ് സംഭവിക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ഡിസോൾവ് ആവുന്നു. സോ നമുക്കിവിടെ ഡിസോൾവ്ഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഡിസോൾവ്ഡ്. ഓക്കെ, ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ്? നമുക്ക് ആ ഒരു വാട്ടറിനുള്ളില് നമുക്ക് ആ ക്രിസ്റ്റൽസിനെ കാണോ? എങ്ങനെയാ കാണാൻ പറ്റുക? നമ്മൾ ലയിപ്പിച്ചില്ലേ അതിനെ? ആ വാട്ടറിലേക്ക് നമ്മൾ അതിനെ ലയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ലയിപ്പിക്കുമ്പം ഇപ്പൊ റെസിനെ നമ്മൾ കലക്കി നമ്മൾ അതിനെ ഡിസോൾവ് ആക്കും. വേണേ കുറച്ചുകൂടെ മധുരം ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പഞ്ചസാര നമ്മൾ ഇടും. അതും നമ്മളെ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക, സെർവ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പം അതിനകത്ത് എന്തെങ്കിലും ക്രിസ്റ്റൽസ് കാണാൻ പറ്റുമോ? നമ്മൾ നന്നായിട്ട് ഇളക്കി ലയിപ്പിച്ച ഒരു സാധനത്തിന് നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? അതിനകത്തെ പാർട്ടിക്കിൾസുകൾ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. സോ നോ എന്ന് കൊടുക്കുക. സോ KMnO4 എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്. നമുക്കതിനെ കാണാനായിട്ട് പറ്റത്തില്ല. ക്രിസ്റ്റൽസ് ഒന്നും നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. സോ why the particle cannot be seen even though potassium permanganate is present in the solution. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ആ സൊല്യൂഷനിൽ ഇട്ടിട്ട് പോയി നമുക്ക് അതിന്റെ ക്രിസ്റ്റൽസിന് അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്? കാരണം എന്താണ്? ടൈനി പാർട്ടിക്കിൾ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് കനോട്ട് സീ ബൈ നേക്കഡ് ഐ. നേക്കഡ് ഐ കൊണ്ട്, നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. എന്തിനെ കാണാൻ പറ്റത്തില്ല? ഈ ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള KMnO4 നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റത്തില്ല? നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് വാട്ടറിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ പൊടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. KMnO4 ക്രിസ്റ്റൽസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് എന്നുള്ളത് നമ്മൾ ആ വാട്ടറിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് സാധിക്കില്ല? അതിനെ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതാണ് നമ്മളുടെ റീസൺ എന്ന് പറയുന്നത്. സോ ടൈനി പാർട്ടിക്കിൾ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കനോട്ട് സീ ബൈ നേക്കഡ് ഐ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ എഴുതാം. Tiny particles of potassium permanganate cannot see by
naked eye. Naked eyes. Okay. ഇനി അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇറ്റ് മേ therefore infer that each crystals of potassium permanganate is made up of crores of tiny particles. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക? ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരുപാട് ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെന്റ്, അനദർ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് സെയിം എക്സ്പെരിമെന്റ് തന്നെ, അതായത് നമ്മളിപ്പം റെസ്നയുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഇവിടെ വാട്ടറിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റിർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ആയിട്ട് നമുക്ക് കാണാം അല്ലെ. പക്ഷെ ഇത് വാട്ടറിലേക്ക് ഇട്ട് നമ്മൾ അതിനെ ലയിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ വാട്ടറിനെ നമ്മൾ കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് തന്നെയുണ്ട് നമ്മൾ കാണുന്നത്. നമ്മളുടെ ഷുഗറിന് കളറില്ല, അപ്പം അത് വാട്ടറിന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ കളർ ചേഞ്ച് ഒന്നും കാണാൻ പറ്റത്തില്ല. അതിന്റെ പാർട്ടിക്കിൾസിനെയും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ആർ ദ ഷുഗർ ക്രിസ്റ്റൽസ് വിസിബിൾ ഇൻ ടു ദ വാട്ടർ? നോ. അപ്പൊ നമുക്ക് ഇവിടെ നോ കൊടുക്കാം. അതുപോലെ യു ക്യാൻ ഗസ് ബൈ, അതെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ടൈനി പാർട്ടിക്കിൾസ് ആണ്, അതിനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മളുടെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഡസ് ദി സൊല്യൂഷൻ ഹാവ് ദി സ്വീറ്റ്നെസ് ഓഫ് ഷുഗർ? അപ്പം നമുക്ക് ഈ ഒരു നമ്മള് ഷുഗർ എന്ത് ചെയ്യുന്നു, ലയിപ്പിച്ചിട്ടുള്ള ആ വെള്ളത്തിന് എന്തുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ടോ? യെസ്, സ്വീറ്റ്നെസ് ഉണ്ടാവും. സ്വീറ്റ്നെസ് ഉണ്ടാവും, പക്ഷെ എന്തില്ല, അതിന് എന്തില്ല, അതിന്റെ പാർട്ടിക്കിൾസ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഷുഗർ പാർട്ടിക്കിൾസിനെ നമുക്ക് ആ വാട്ടറിനുള്ളിൽ നമുക്ക് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഈ ഒരു ടൈനി പാർട്ടിക്കിൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ മാറ്ററിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്, ഈച്ച് സബ്സ്റ്റൻസ് ഈസ് made up of tiny particles which cannot be seen with the naked eye. These particles bear all the properties of the substances. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഓരോ സബ്സ്റ്റൻസുകളും ഈച്ച് സബ്സ്റ്റൻസസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടായിരിക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് സീൻ വിത്ത് ദ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. അതേപോലെ ആ സബ്സ്റ്റൻസ് അവിടെ ഡിസോൾവ് ആയി കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസുകളും, ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ സൊല്യൂഷൻ്റെ അത് കാണിക്കും. സോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസസ് അവിടെ കാണിക്കുന്നുണ്ട്. പാർട്ടിക്കിൾസ് ബിയേഴ്സ്, these particles bears all the properties of the substances. Okay, ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോ അറേഞ്ച്മെന്റ് പാർട്ടിക്കിൾസ്, അതായത് മാറ്ററിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം not how some other characteristics of particles of substances in different physical states have been listed. അതായത് നമുക്കിവിടെ കുറച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റ്സുകൾ തന്നിട്ടുണ്ട്. അതായത് പാർട്ടിക്കിൾ ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആൻഡ് അടുത്തെന്ന് കണ്ടത് പാർട്ടിക്കിൾസ് മൂവ്സ് കണ്ടിന്യൂസ്ലി, പാർട്ടിക്കിൾ അട്രാക്ട് വൺ അനദർ. ഓക്കെ, ഈ ഒരു പോയിന്റുകൾ നമ്മൾക്ക് എന്താ പറയാ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പ്രോപ്പർട്ടീസ് ഡിഫർ ഇൻ വേരിയസ് സ്റ്റേറ്റ്സുകൾ. അപ്പം ഈ പ്രോപ്പർട്ടീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, അതായത് വേരിയസ് സ്റ്റേറ്റ്സിന് വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മൾ 3 സ്റ്റേറ്റ്സുകൾ പറഞ്ഞു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്സിന് ഈ പ്രോപ്പർട്ടീസുകളെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും, ഈ പ്രോപ്പർട്ടീസുകൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്, അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഇനി ഒരു അടുത്ത ഫിഗറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് പോയാലോ? നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോളിഡ് തന്നിട്ടുണ്ട്, ലിക്വിഡ് തന്നിട്ടുണ്ട്, ഗ്യാസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസ്, വോളിയം, അതുപോലെ ഷേപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവരുടെ തമ്മിലുള്ള ആ ഒരു സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഉള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസുകളുടെ ഒക്കെ ഓരോ പ്രോപ്പർട്ടീസുകൾ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സോളിഡ് തന്നിട്ടുണ്ട്, ലിക്വിഡ് തന്നിട്ടുണ്ട്, ഗ്യാസ് തന്നിട്ടുണ്ട്.
സോളിഡിന്റെ പാർട്ടിക്കിൾസ് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോളിഡിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നല്ല കൂട്ടുകൂടിയാണ് ഇരിക്കുന്നത്, ഭയങ്കര അടുത്തടുത്താണ് ഇരിക്കുന്നത്. അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അതിന് ഗ്യാപ്പുകളൊന്നും ഇല്ല. പക്ഷെ നമ്മളുടെ ലിക്വിഡ് എടുക്കുവാണെങ്കിൽ ലിക്വിഡിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അകന്നാണ് ഇരിക്കുന്നത്. സോളിഡിനെ അപേക്ഷിച്ച് ലിക്വിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറച്ച് അകന്നാണ് ഇരിക്കുന്നത്. അപ്പം ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ ലിക്വിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവ ലിക്വിഡിന്റെ പാർട്ടിക്കിൾസുകൾ തമ്മിൽ അകന്നിരിക്കുന്നതിനേക്കാളും വളരെ അകന്നാണ് ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് സെയിം, സ്റ്റേറ്റ്സ് ദ സെയിം. സെയിം ആണോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, അല്ലേ? സോ നോ എന്ന് പറയാം. ആൻഡ് ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ് ഡു പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? അതായത് ഏത് പാർട്ടിക്കിൾസിലാണ്, അതായത് ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസുകൾ വളരെ ക്ലോസ് ആയിട്ട്, വളരെ അടുത്തായിട്ട് ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഏതിലാണ് വളരെ അടുത്തായിട്ട് പാർട്ടിക്കിൾസുകൾ ഇരിക്കുന്നത്? സോളിഡ്, അല്ലേ? സോളിഡ് പാർട്ടിക്കിൾസ് ആണ് വളരെ അടുത്തായിട്ട് കാണപ്പെടുന്നത്, അല്ലെ? ഇനി in which of these states are the particles most distance apart? ഇതിലെ ഏത് പാർട്ടിക്കിളാണ്, ഏത് സ്റ്റേറ്റ്സ് ആണ് ഭയങ്കര ഡിസ്റ്റൻസിൽ, പാർട്ടിക്കിൾസ് വലിയ ഡിസ്റ്റൻസിൽ, മോസ്റ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ട് ഇരിക്കുന്നത്? വളരെ അകന്ന് ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഗ്യാസ് സ്റ്റേറ്റ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. സോ ഗ്യാസ് എന്നാണ് നമുക്കവിടെ പറയാനായിട്ട് പറ്റും. സോ സോളിഡ് എന്ന് പറയുന്നതിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ അടുത്തായിട്ടായിരിക്കും ഇരിക്കുക. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡിലെ പാർട്ടിക്കിൾസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ലിക്വിഡിന്റെ അത്രയും വളരെ അടുത്താണെന്ന് പറയാൻ പറ്റില്ല. ലിക്വിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സോളിഡിനെ അപേക്ഷിച്ച് അവയുടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറച്ച് അകലെയായിരിക്കും കാണപ്പെടുക. കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും സോളിഡിനെ വെച്ച്. സോളിഡിന് ഡിസ്റ്റൻസ് ഇല്ല, അവയ്ക്ക് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇല്ല സോളിഡിലെ പാർട്ടിക്കിൾസ് തമ്മിൽ. പക്ഷെ ലിക്വിഡിലെ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ ഗ്യാസ് എടുക്കുക, ഗ്യാസിന്റെ പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും? ഗ്യാസിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവര് വളരെ അകലെയായിട്ടായിരിക്കും ഓരോ പാർട്ടിക്കിൾസും തമ്മിൽ ഇരിക്കുക. അപ്പം അവിടത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതിന്റെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കും ഇരിക്കുക എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫാർ അപ്പാർട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്പം പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കി. സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും ഒക്കെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സോളിഡ് എങ്ങനെയാണ്, ലിക്വിഡ് എങ്ങനെയാണ്, ഗ്യാസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് നമുക്കറിയാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് നമ്മള് ഐസേർട്ട് എടുക്കുകയാണ്. നമ്മൾ ഐസേർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഐസേർട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഐസ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു എന്തിന് എക്സാമ്പിൾ ആണ്? ഐസ് ക്യൂബ് എന്ന് പറയുന്നത് സോളിഡിന് എക്സാമ്പിൾ ആണ്, അല്ലെ? അപ്പൊ ഈ ഐസ് ക്യൂബ് നമ്മള് ഹീറ്റ് ചെയ്യാണ്. നമുക്കതിന് ആ ഐസ് ക്യൂബിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, ഐസ് ക്യൂബ് എന്ന് പറയുന്നത് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? മെൽറ്റ് ആവാൻ തുടങ്ങും. മെൽറ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ഇനി ഈ ലിക്വിഡിനെ, നമുക്ക് ആ ഒരു ലിക്വിഡിനെ കിട്ടി, ഇനി നമ്മൾ അതിനെ പിന്നെയും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബോയിൽ ചെയ്യും.
അതായത് ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്യുമ്പം അവിടെ വേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ? കുറച്ച് നീരാവിയായിട്ടുണ്ടാവും. ആ നീരാവി എന്ന് പറയുന്നത് എന്താന്ന് പറയാം നമുക്ക്? ഗ്യാസ് ആണെന്ന് പറയാൻ പറ്റില്ലേ? സോ ഗ്യാസ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് കിട്ടും. ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടും? ഗ്യാസും കിട്ടും. അപ്പം ഈ കിട്ടിയിരിക്കുന്ന ഗ്യാസിനെ നമ്മളൊന്ന് തണുപ്പിച്ചു. നമ്മൾ അതിനെ തണുപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ആ തണുപ്പിച്ച് കഴിയുമ്പം എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്യാസ് എന്ന് പറയുന്നത് തണുപ്പിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും അല്ലെ? വെള്ളം കിട്ടും എന്ന് നമുക്കറിയാലോ. അതായത് ഇപ്പൊ നമ്മള് വീട്ടില് നമ്മളെല്ലാവരും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പം വെള്ളം തിളപ്പിക്കുന്നത്, ചായ തിളപ്പിക്കുന്നത് ചിലപ്പം ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മമാര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ വെള്ളം തിളപ്പിക്കുമ്പോ വെള്ളം തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നീരാവി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മൾ അടച്ച ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ അടപ്പൊന്ന് തുറന്നു കഴിയുമ്പം ഈ നീരാവി എല്ലാം കൂടെ ഈ പാത്രത്തിന്റെ അടപ്പിന്റെ മുകളിൽ ചെന്ന് അതവിടെ പറ്റിപ്പിടിച്ച് അത് തണുത്ത് കഴിയുമ്പോൾ അത് ജലമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അല്ല, ചെയ്ത് നോക്കുക മീൻസ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ പോയി വെള്ളം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിക്കേ. അവിടെ നീരാവി എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുന്നതായിട്ട് നമ്മളുടെ ആ അടപ്പിന്റെ മുകളിലായിട്ട് ജലകണങ്ങൾ കണങ്ങളായിട്ട് അത് ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മളുടെ ഈ ഗ്യാസ് എന്ന് പറയുന്നത്, നീരാവി എന്ന് പറയുന്നത് തണുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ലിക്വിഡ് ആയിട്ട് വാട്ടർ ആയിട്ട് മാറുകയായിരിക്കും ചെയ്യുക. ഇനി ഇതേ ലിക്വിഡ്, ഈ ലിക്വിഡിനെ നമ്മൾ പിന്നെയും കൂൾ ചെയ്ത് നോക്കിക്കേ. നമ്മൾ പിന്നെയും കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നമുക്കറിയാം. എന്താണ് കിട്ടുക? ഐസ് ക്യൂബ് അല്ലെ? ഐസ് ആയിട്ട് നമുക്ക് കിട്ടും. സോ നീരാവി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ജലമായിട്ട് മാറും. അതായത് ഗ്യാസ് എന്ന് പറയുന്നത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും, ലിക്വിഡ് കിട്ടും. ആ ലിക്വിഡ് എന്ന് പറയുന്ന പിന്നെയും നമ്മൾ അതിനെ കൂൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? സോളിഡ് കിട്ടും, അഥവാ ഐസ് ക്യൂബ് കിട്ടും. അപ്പം ആ ഒരു ചാർട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ പിള്ളേരെ? ലിക്വിഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ലിക്വിഡ്. അതേപോലെ ലിക്വിഡിനെ നമ്മൾ പിന്നെ ഇവിടെ ഒരു എന്താണ് നമുക്ക് പൂരിപ്പിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഗ്യാസ് കിട്ടുക? ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെ? നമ്മൾ പറഞ്ഞു ഹീറ്റഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടും. ഇനി ഈ ഗ്യാസ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? കൂൾ ചെയ്ത് കഴിയുമ്പം ലിക്വിഡ് ആണ് കിട്ടുക അല്ലെ? ലിക്വിഡിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുമ്പോഴാണ് സോളിഡ് കിട്ടുക? സോളിഡ് കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? കൂൾ ചെയ്യുമ്പോൾ. സോ കൂൾഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്ത് ചെയ്യണം? നോട്ടായിട്ട് എഴുതണം. ഇത് തന്നെ ചിലപ്പം ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫ്ലോ ചാർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറുന്നു, ഗ്യാസ് കൂൾ ആവുമ്പോൾ ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് എന്ന് പറയുന്നത് കൂൾ ചെയ്യുമ്പോൾ സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആയിട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പഠിച്ചു. നമ്മൾ ഇത്രയും പഠിച്ചതില് നമുക്ക് എന്താണ് സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഫിഗർ 4.5 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഫിഗർ 4.5. ഈ ഫിഗർ 4.5 നമ്മളോട് സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ പിക്ചറിൽ സോളിഡ് ഏതാണ്, ലിക്വിഡ് ഏതാണ്, ഗ്യാസ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത്? സോളിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ പാർട്ടിക്കിൾസുകൾക്ക് തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, അത് വളരെ അടുത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ അങ്ങനെ അടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസുകൾ ഉള്ള ചിത്രം ഏതാണ്? നമ്മുടെ ചിത്രത്തിലെ ഫസ്റ്റ് വൺ അല്ലെ? ഫസ്റ്റ് വൺ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ സോളിഡ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ അടുത്താണ് കാണപ്പെടുന്നത് അല്ലെ?
സോ ഇതെന്ന് പറയുന്നത് സോളിഡ് ആണ്. ഇനി ലിക്വിഡ് എന്ന് പറയാം. ലിക്വിഡിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ ലിക്വിഡ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണ് സോളിഡിനെ അപേക്ഷിച്ച്. ആ രണ്ട് പടങ്ങൾ നോക്കിയാൽ അറിയാം. സോളിഡിന്റെ പടവും രണ്ടാമത്തെ പടവും എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിലെ പാർട്ടിക്കിൾസിന്റെ ആ ഒരു അകലം എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു അകലം എന്ന് പറയുന്നത് സോളിഡ് പാർട്ടിക്കിൾസിനെക്കാളും കൂടുതലാണ്. കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആയിട്ടായിരിക്കുന്നത് അല്ലെ, ഭയങ്കര തിക്ക് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ലിക്വിഡ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഗ്യാസിന്റെ കേസ് നോക്കാം. ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് സോളിഡ് ലിക്വിഡ് കിട്ടി. ഇനി മൂന്നാമത്തേതുള്ളത് ആരാണ്? ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ മൂന്നാമത്തെ ചിത്രത്തിലെ ഗ്യാസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഗ്യാസിന്റെ പ്രത്യേകത നോക്കിക്കേ. ഗ്യാസിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലിക്വിഡിനേക്കാളും ഭയങ്കര കൂടുതലാണ്, സോളിഡിനേക്കാളും കൂടുതലാണ്. അപ്പം ഗ്യാസ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചിത്രം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എനർജി ഓഫ് ദ പാർട്ടിക്കിൾസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മളുടെ ഈ ഒരു ചിത്രം വെച്ചിട്ട് നമുക്ക് അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എനർജി ഓഫ് ദ പാർട്ടിക്കിൾസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. സോളിഡിന്റെ കേസിലാണെങ്കിൽ അതായത് എനർജിയും ഡിസ്റ്റൻസും അട്രാക്ഷനും മൂവ്മെന്റും ഇതൊക്കെ എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? ഒരു ഹീറ്റ് നമ്മൾ ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും കൊടുക്കുകയാണെങ്കിൽ അവയ്ക്ക് എന്ത് മാറ്റമാണ്? എനർജിയിലും ഡിസ്റ്റൻസിലും അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസിലും മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിലും ഒക്കെ എന്ത് മാറ്റമാണ് സംഭവിക്കുക? നമ്മളൊരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, സോളിഡിൽ ഇപ്പൊ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കൂടുമായിരിക്കോ കുറയായിരിക്കോ? അതായത് സോളിഡ് എന്ന് പറയുന്നത് ഐസ് ക്യൂബ് ആണെന്ന് പറയാം. ഐസ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് ഉരുകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു എനർജി ഫോം ചെയ്യും. അതായത് അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുക. സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും. അപ്പൊ ആ ലിക്വിഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറുമ്പോൾ അതിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പം എനർജി എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എനർജി ഉണ്ടാവും എന്നാ പറയാ. സോ അവിടെ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? കൂടും. എപ്പോ മാത്രം അവന് ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഐസിന് ഒരു ഹീറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻക്രീസസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് സോളിഡിലേക്ക് ഐസ് ക്യൂബിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ആ ലിക്വിഡ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അതിലെ പാർട്ടിക്കിൾസിന് എനർജി എന്ന് പറയുന്നത് കൂടും. ഇൻ കേസ് അത് സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതിന് ഹീറ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, അതിന് എന്തേലും എനർജി ഉണ്ടാവുമോ? ഇല്ല, അതിന്റെ എനർജി ഒന്നും സംഭവിക്കില്ല. കാരണം അവിടെ സോളിഡ് ആണ്, ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഇരിക്കുന്നതാണ്, അതിന് മൂവ്മെന്റ്സ് ഒന്നും സംഭവിക്കുന്നില്ല. സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു വസ്തുവിന് എന്തുണ്ടാവില്ല? എനർജി ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അവയുടെ ആ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ലിക്വിഡ് ആയിട്ട് മാറുമ്പം അതിന്റെ ഡിസ്റ്റൻസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുകയാണ്? കൂടുകയാണ് ചെയ്യുക അല്ലെ? അതുപോലെ അത് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പിന്നെയും തിളച്ച് കഴിയുമ്പോൾ എന്താ മാറുക? ഗ്യാസ് ആയിട്ടാ മാറുക. അപ്പൊ ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ എന്ത് തന്നെ സംഭവിക്കുക? അതിന്റെ ഡിസ്റ്റൻസ് കൂടുന്നു. അതേപോലെ ഡിസ്റ്റൻസ് കൂടുന്നത് പോലെ തന്നെ എന്ത് കൂടുന്നു എന്ന് പറയാം? ആ, എനർജിയും കൂടുന്നുണ്ട്. കാരണം അതിന് ഓടിക്കളിക്കാനായിട്ടുള്ള സ്ഥലം കൂടുതലാണ്. അപ്പൊ സ്ഥലം കൂടുമ്പോൾ അതിങ്ങനെ ഓടിക്കളിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം കിട്ടുകയാണ്. അപ്പം വലിയ ഗ്രൗണ്ട് കിട്ടുവാണെങ്കിൽ ആ ഗ്രൗണ്ട് മൊത്തം ഓടിക്കളിക്കില്ലേ? അതുപോലെ തന്നെ ഗ്യാസ് എന്ന് പറയുന്നതും അതുപോലെയുള്ള കുട്ടികൾ പോലെ തന്നെയാണ്. കുട്ടികളുടെ ഒരു സ്വഭാവമുള്ളവർ തന്നെയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസിനും സ്പേസ് ഉണ്ട്, സ്ഥലം ഉണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുന്ന ആളാണ്. അപ്പം ആൾക്ക് എന്ത് വേണം?
എനർജി എന്ന് പറയുന്നതും കൂടുതലായിരിക്കും, എനർജി കൂടുതലാണ്. ഓക്കെ, ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ സോളിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവരുടെ അട്രാക്ഷൻ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഐസ് ക്യൂബിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഹീറ്റ് നമ്മൾ കൊടുക്കുമല്ലേ, അപ്പൊ ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ സോളിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടിക്കിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുക, ലിക്വിഡിലേക്ക് മാറുകയാണ്, അത് ഉരുകുകയാണ് ചെയ്യുന്നത്. ഐസ് ഉരുകി വെള്ളമായിട്ട് മാറുക ചെയ്യുക. അപ്പൊ അങ്ങനെ ഐസ് മാറി ഉരുകി കഴിയുമ്പോൾ ഈ ലിക്വിഡിലെ പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയും അല്ലേ? അതായത് ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും. അതായത് എനർജിയും ഡിസ്റ്റൻസ് ഒക്കെ കൂടുമ്പോ എന്ത് സംഭവിക്കും? ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും അല്ലെ? അട്രാക്ഷൻ കുറയും. അതായത് വളരെ കൂട്ടുകൂടിയിരുന്ന ഫ്രണ്ട്സുകള് പിണങ്ങി കഴിയുമ്പം അവർ തമ്മിലുള്ള ഒരു എന്താണ് അടുപ്പം കുറയും, അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയും. അതുപോലെ തന്നെ അപ്പൊ ഡിക്രീസസ്, എന്ത് ചെയ്യുന്നു? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ് എന്ന് പറയാം. ഓക്കെ, ഇനി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിൽ എന്താണ് സംഭവിക്കുക? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പം അതില് ഓരോ സോളിഡിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിന് മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും പറയണത് നിങ്ങളുടെ മനസ്സിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിൽ ഇങ്ങനെ തറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ സോളിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ സോളിഡ്സ് മൂവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിലൊരു ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ലിക്വിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? കൂടും. അതായത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സുകൾ കൂടും വെൻ ഹീറ്റ് ഇസ് അബ്സോർബ്ഡ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, അതായത് സോളിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സോളിഡ് പറയുന്ന സോളിഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുമ്പോൾ, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻക്രീസസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ എനർജിയിലുള്ള മാറ്റങ്ങള്, ഡിസ്റ്റൻസിലുള്ള മാറ്റങ്ങള്, അട്രാക്ഷനിലുള്ള മാറ്റങ്ങള്, മൂവ്മെന്റിലുള്ള മാറ്റങ്ങൾ എപ്പോ? അതായത് സോളിഡിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് കൊടുക്കുമ്പോഴുള്ള മാറ്റമാണ് നമ്മളിവിടെ പറയുന്നത്. ലിക്വിഡിലും ഇതേ ചേഞ്ചസ് തന്നെയാണ് സംഭവിക്കുക, ഗ്യാസിലും ഇതേ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുക. ഓക്കെ, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് നേരെ റിവേഴ്സിബിൾ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇത് നമുക്ക് നോട്ടിലേക്ക് എഴുതാനുള്ള 3-4 പോയിന്റ്സുകളാണ്. സോ നമുക്കറിയാം, വി കൺവേർട്ട് സോളിഡ് ഇൻറ്റു ലിക്വിഡ് ആൻഡ് സബ്സിക്വന്റ്ലി ലിക്വിഡ് ഇൻറ്റു ഗ്യാസ് ബൈ supplying heat. If so, won't the particles of gas have a higher energy than in the other two states? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്യാസസിനായിരിക്കും ഹയർ എനർജി ദാൻ ദ അതർ ടു സ്റ്റേറ്റ്സ്. അതെ അല്ലെ? കാരണം എന്താണ് നമുക്ക് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഗ്യാസിലെ പാർട്ടിക്കിൾസുകൾക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പം ഗ്യാസിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഓടിക്കളിച്ച് നടക്കാനുള്ള, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. മൂവ്മെന്റ് കൂടുതൽ അതിനാണ്. മൂവ്മെന്റ് കൂടുതലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനർജി കൂടുതലാണ്. മൂവ്മെന്റ് കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനർജി കൂടുതലാണ്. അപ്പം എനർജി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് പറയാനായിട്ട് പറയും? ഹയർ എനർജി ആയിരിക്കും ഗ്യാസസിന് ഉള്ളത്. അതിന് നമ്മളുടെ ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട് എഴുതുന്ന ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടെ ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. സോളിഡ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡ് ആവുന്നു എന്നുള്ളതും, അതിനെയും പിന്നെയും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്യാസ് ആവുന്നതും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്ലോ ചാർട്ട്, നമ്മൾ നേരത്തെ ആ എഴുതിയ മുകളിൽ കണ്ട ഫ്ലോ ചാർട്ട് പോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നോട്ടിൽ ഒരു നോട്ടായിട്ട് ഇരിക്കട്ടെ, ഒരു പോയിന്റ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നമ്മൾ ഇപ്പൊ പഠിച്ചു വെച്ചതിൽ നമ്മൾ കുറച്ചുകൂടെ പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പോയിന്റ് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ദ പാർട്ടിക്കിൾ ഓഫ് സോളിഡ്സ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സോളിഡ്സിന്റെ കേസിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. സോ ഇവിടുത്തെ
വെരി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ടു ഈച്ച് ആയിരിക്കും. അതിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമ്മളുടെ സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിനെയും വെച്ച് നോക്കുമ്പോൾ സോളിഡിന്റെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കുറവെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു സോളിഡ്സ് എങ്ങനെ ഇരിക്കണത്? സോളിഡ്സ് ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ 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 ഭയങ്കര അടുത്തടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പം അതിന്റെ ആ ഒരു നടുക്കുള്ളൊരു ഇത്തിരി ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. റൗണ്ട് ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇത്തിരി ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അതല്ലാതെ അതിന് വലിയ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്നാ പറയുന്നത്. അപ്പം വളരെ കുറവാണ്. എന്തിനെ അപേക്ഷിച്ച്? ലിക്വിഡിനെയും ഗ്യാസിനെയും അപേക്ഷിച്ച് സോളിഡിന് മൂവ്മെന്റ് എന്ന് പറയുന്നത് സോളിഡിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എന്താണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം. ദ പാർട്ടിക്കിൾ ഓഫ് സോളിഡ് are very close to each other and their freedom of movement എന്താണ്? ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി liquid state. In the liquid state, the particles are relatively farther apart and have more freedom of movement than in the solid state. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ലിക്വിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഫാർ അപ്പാർട്ട് ആയിരിക്കും. റിലേറ്റീവ്ലി കുറച്ച് ദൂരെ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും അതിരിക്കുക. അത് മാത്രമാണോ അവയുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ലിക്വിഡിലെ പാർട്ടിക്കിൾസിലെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്സിലെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി farther apart and have more freedom of movement than in the solid state. സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിനേക്കാളും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്ത് കൂടുതലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റ് നോക്കാം. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് remain far away from one another. In gaseous state, particles remain far away from one another. അതായത് ഓരോ പാർട്ടിക്കിൾസുകളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ ദൂരെയായിരിക്കും, ഫാർ അവേ ആയിരിക്കും, വളരെ അകലെ ആയിരിക്കും ഗ്യാസ് പാർട്ടിക്കിൾസിലെ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. സോ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് റിമെയിൻ ഫാർ അവേ ഫ്രം വൺ അനദർ. ഇനി അവയുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നതും എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. സോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇസ് വെരി ഹൈ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്തിന് കാരണമാവും? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമാവും. സോ ഡിഫറൻസ് ടെമ്പറേച്ചറിൽ കൊടുക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താല് കുറച്ചു കൊടുത്താല് എന്ത് സംഭവിക്കും? കോസസ് ദ ചേഞ്ച് ഓഫ് മാറ്റർ. മാറ്ററിന്റെ മാറ്റേഴ്സുകൾ തമ്മിൽ സ്റ്റേറ്റിന്റെ ചേഞ്ചസിന് കാരണമാകും ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഹീറ്റ് കൂട്ടി കൊടുക്കുകയാണ്, സോളിഡ് ആണ് എടുക്കുക, സോളിഡിന് നമ്മൾ ഹീറ്റ് കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഹീറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
എന്ത് ചെയ്യും? സോളിഡ് പാർട്ടിക്കിൾസ് ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലിക്വിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് മാറും. അപ്പം അതിന് ഇങ്ങനെ ചേഞ്ചസ് മാറി മാറി വരും. അതായത് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെ മാറിപ്പോവും. ഇനി ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ അതിനെ കൂൾ ചെയ്യാണ്, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ച് കുറയ്ക്കുമ്പോൾ ലിക്വിഡ് ആയിട്ട് മാറും. ആ ലിക്വിഡിന്റെ ഇതെന്ന് പറയുന്നത്, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ കുറച്ചുകൂടെ നമ്മൾ കുറച്ചിട്ട്, അതായത് ടെമ്പറേച്ചർ വളരെ സീറോ ആക്കിയിട്ട് നമ്മൾ വളരെ കുറയ്ക്കുകയാണ്, അതിന്റെ ഫ്രീസിങ് പോയിന്റ് ആക്കുകയാണ്. അതായത് എന്റെ എന്താണ് കൂൾ ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. കൂൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് സോളിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ all states, when heat is provided, the energy and movement of particles increase while attraction among the particles decreases. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനർജി ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം. അപ്പോ എന്തെന്നെ സംഭവിക്കും? നമ്മളുടെ അതായത് മൂവ്മെന്റ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എനർജിയും മൂവ്മെന്റും കൂടുമ്പോ എന്ത് സംഭവിക്കും? അട്രാക്ഷൻ എമംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പം അതും ഒന്ന് മാർക്ക് ചെയ്യാം. ഇൻ ഓൾ സ്റ്റേറ്റ്സ് വെൻ ഹീറ്റ് ഇസ് പ്രൊവൈഡഡ്, എനർജി ആൻഡ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. പിന്നെ അട്രാക്ഷൻ എമംഗ് ദ പാർട്ടിക്കിൾ ഡിക്രീസും ചെയ്യും. ഓക്കെ, ഈ പോയിന്റും മാർക്ക് ചെയ്യാം. ആൻഡ് ഇത് എന്താ മാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചിലപ്പം ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ആയിരിക്കും, ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ആയിരിക്കും ഇത് ചോദിക്കുക. അപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമാണ്, പാടുള്ള വിഷയമേ അല്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സബ്സ്റ്റൻസുകൾ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻടു ഗ്യാസ് ആയിട്ട് മാറും. സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഒരു സബ്സ്റ്റൻസ്, സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡിനെ നമ്മൾ പിന്നെയും ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറും എന്നായിരുന്നു പഠിച്ചത്. സോ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് സബ്ലിമേഷനാ. ഈ സബ്ലിമേഷൻ എങ്ങനെയാ? സബ്ലിമേഷൻ എന്ന് പറയുന്നത് ചില സബ്സ്റ്റൻസ്, സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് സംഭവിക്കും? ഡയറക്ട്ലി എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ചേഞ്ച് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. അപ്പൊ ഈ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്നതാണ് സബ്ലിമേഷൻ. ഓക്കെ, സബ്ലിമേഷൻ. ഓക്കെ, ഈ ഒരു ഫോമിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ലിക്വിഡ് ഒന്നും ഫോം ചെയ്യാതെ ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ സോളിഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള മാറ്റത്തിനെ, സബ്ലിമേഷൻ, അതായത് ഇങ്ങനത്തെ ഉള്ള കുറച്ച് ഫിനോമിനൻസുകൾ നമുക്ക് പഠിക്കാം. അതായത് സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ആവുന്ന മാറുന്ന ആ ഒരു ഫിനോമിനെ കുറച്ച് പേരൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് നോക്കാം, നോക്കിക്കേ. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം ഇത് ഓരോന്നും എന്താണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഒരു ഹീറ്റ് കൊടുക്കുമ്പോഴല്ലേ. സോ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു ഹീറ്റ് കൊടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെ നമ്മുടെ സോളിഡ് സോ
സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നു. ക്ലിയർ? ഇനി ഈ ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ആയിട്ട് മാറുന്നത്. അതായത് തിളച്ച് നീരാവിയായിട്ട്, വെള്ളം തിളച്ച് നീരാവിയായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ഗ്യാസിനെ, അതായത് ലിക്വിഡിനെ ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു ഫിനോമിനനെ നമ്മൾ പറയുന്നത് എന്താണ്? കണ്ടൻസേഷൻ. സോറി, കണ്ടൻസേഷൻ അല്ല കേട്ടോ, വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ അതായത് വേപ്പേഴ്സ് ഉണ്ടാവുന്നു അല്ലെ, വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ നീരാവി ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലിക്വിഡ് എന്ന് പറയുന്നത് തിളയ്ക്കുമ്പോൾ വേപ്പർ ഉണ്ടാവുന്നു. ആ വേപ്പറിന് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ലിക്വിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മള് ലിക്വിഡിനെ ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനിയാണ് നമ്മളുടെ മെയിൻ ഭാഗം വരുന്നത്. ഇനി ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഗ്യാസ് എന്ന് പറയുന്നത് എന്താവാതെ, ലിക്വിഡ് ആവാതെ സോളിഡ് ആവുന്ന ഒരു കേസ് ഉണ്ട്. അങ്ങനെ ലിക്വിഡ് ആവാതെ സോളിഡ് ആവുന്ന ആ ഒരു ഫിനോമിനെ പറയുന്നതും എന്ത് തന്നെയാണ്? സോളിഡിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, സോളിഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഗ്യാസും അല്ലാതെ എങ്ങനെയാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ട് അങ്ങനെ മാറുന്നത് എന്ന്? അതായത് ലിക്വിഡ് ആവാതെ എങ്ങനെ അങ്ങനെ മാറാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. ചില സബ്സ്റ്റൻസുകൾക്ക് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ ഒരു കഴിവുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ ടെക്സ്റ്റില് നാഫ്തലീനും അയഡിനും അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് ഗ്യാസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറുന്ന ഒരു ഇത്, അതായത് സോളിഡിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് നാഫ്തലിനും അയഡിനും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. അങ്ങനെ ഒരു സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിന്റെ നമ്മൾ റിവേഴ്സിബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഗ്യാസിന്റെ കേസ് എടുക്കാം. ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ട് നമ്മൾ മാറുന്നു. അതായത് നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ലിക്വിഡ് കിട്ടുന്നു എന്നുള്ളത്. വേപ്പേഴ്സ് തണുത്ത് കഴിയുമ്പോൾ ലിക്വിഡ് ആയിട്ട് കിട്ടുന്നത്, അതിനെ നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലിക്വിഡിനെ നമ്മൾ അതിനെ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? തണുപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സോളിഡ് കിട്ടും അല്ലെ, സോളിഡ് കിട്ടും. അപ്പൊ അതിനെ, ആ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്നത് എന്താണ്? സോളിഡിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ലിക്വിഡ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ സോളിഡിഫിക്കേഷൻ, അതായത് ഗ്യാസിനെ നമ്മൾ സോളിഡ് ആക്കുന്നതും സോളിഡിഫിക്കേഷൻ തന്നെയാണ്. ലിക്വിഡും സോളിഡ് ആകുന്നത് തന്നെ എന്ത് തന്നെയാണ്? സോളിഡിഫിക്കേഷൻ തന്നെയാണ്. അതായത് സോളിഡ് ആക്കി മാറ്റുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് തന്നെയാ പറയാ. ഓക്കെ, അപ്പം അത് പഠിച്ചു. ഇനി ഈ സോളിഡിനെ നമ്മളെ ഗ്യാസ് ആക്കി മാറ്റാനായിട്ട് പറ്റും വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ലിക്വിഡ് ഫോം ചെയ്യാതെ തന്നെ നമ്മളെ ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞതേ സബ്ലിമേഷൻ തുടങ്ങിയിട്ടാ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ആ സബ്ലിമേഷൻ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും അല്ലെ, നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അതായത് സോളിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാത്ത തന്നെ സോളിഡിനെ ഗ്യാസ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന ഫിനോമിനനാണ് എന്ത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ സബ്ലിമേഷനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാരും അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണ് അല്ലെ, അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കർപ്പൂരം കത്തിക്കുന്നത്. ക്യാംഫർ എന്ന് പറയുന്നതാണ് കർപ്പൂരം എന്ന് പറയുന്നത്. കർപ്പൂരം നമ്മൾ കത്തിക്കുമ്പോ അതില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിക്വിഡ് ആയിട്ട് മാറുന്നത്? ഇല്ലല്ലോ, ലിക്വിഡ് ആയിട്ട്
അപ്പൊ ക്യാൻഫർ കത്തിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം സോളിഡ് ആണ് ക്യാൻഫർ എന്ന് പറയുന്നത്. കർപ്പൂരം എന്ന് പറയുന്നത് സോളിഡ് ആണ്. ആ സോളിഡ് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതില് ഗ്യാസ് ഫോം ചെയ്യും. ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന് സബ്ലിമേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാൻസർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഒരു ചാർട്ടും കൂടെ ഓരോന്നിന്റെയും വെൻ നമ്മൾ അനലൈസ് ദ ടേബിൾ, ആ ടേബിൾ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ടേബിൾ, അനലൈസ് ടേബിൾ 4.3 given below and write down the changes during the transformation of states. നമ്മളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടല്ലോ, അതിൽ സോളിഡ് ലിക്വിഡ് ആവുന്നു, ഗ്യാസ് ആവുന്നു, ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവുന്നു, സോളിഡ് ആവുന്നു, ലിക്വിഡ് ആവുന്നു, സോളിഡ് ആവുന്നു. അപ്പം ഈ ഒരു ചേഞ്ചസ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സുകളുടെ മാറ്റം സംഭവിക്കുമ്പം അതിന്റെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആൻഡ് എനർജി ഓഫ് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറയണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. സോളിഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നു. അതിന്റെ പ്രോസസ്സിനെ പറയുന്ന ആ ഒരു ഫിനോമിനൻ എന്താണ്? ലിക്വിഫാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ലിക്വിഡ് അങ്ങനെ ആയിട്ട് മാറുമ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സംഭവിക്കുക? കൂടുമായിരിക്കോ കുറയായിരിക്കോ? പറയൂ. ആ, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കൂടുമായിരിക്കും. സോ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഇനി സോളിഡിന്റെ അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ട് മാറുന്നതിന്റെ ഡിസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതും എന്ത് സംഭവിക്കും? കൂടുമായിരിക്കും. കാരണം സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ട് മാറി. അപ്പൊ ലിക്വിഡ് ആയിട്ട് മാറുമ്പം അവർ തമ്മിലുള്ള ആ ഒരു എന്താണ് ഡിസ്റ്റൻസുകൾ കൂടുതലായിരിക്കും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, വെൻ സോളിഡ് ഈസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് എന്ത് സംഭവിക്കും? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സോളിഡ് ആയിട്ടുണ്ടായിരുന്ന ആ ലിക്വിഡ്, സോളിഡ് ആയിട്ടുണ്ടായിരുന്ന പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും നമുക്കറിയാം. പക്ഷെ അത് ലിക്വിഡ് ആയിട്ട് മാറിക്കഴിയുമ്പം എന്താണ് അവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, ലിക്വിഡിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ്. ഇനി എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ്, അതായത് നമ്മൾ ലിക്വിഡ് സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ ആ ലിക്വിഡ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിൾസിന് ഒരു എനർജി ഉണ്ടാവും. അതിന് മൂവ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. അപ്പൊ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതും ഇവിടെ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും, അല്ലെ? ഓക്കെ, വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു liquid, the movement of particle increases, distance between the particle increases, attraction between the particles decreases, and the energy of the particles increases. Okay, അപ്പം ഇവിടെ കൂടുന്ന ഏതൊക്കെയാണ്? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും ആൻഡ് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നു? കൂടുകയായിരിക്കും ചെയ്യുക. അപ്പം ഏതായിരിക്കും കുറയുന്നത്? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആയിരിക്കും കുറയുക. ഓക്കെ, ഇനി നമ്മൾ വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസസ്, അതിനെ എന്താ പറയാ? വേപ്പറൈസേഷൻ, അല്ലെ? അപ്പം ലിക്വിഡ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതുന്നത് ഇതിൽ എനിക്ക് എഴുതാൻ എളുപ്പത്തിനാണ്. പക്ഷെ നിങ്ങൾ ഇൻക്രീസസ് എന്ന് പറയുന്നത് വേർഡിൽ തന്നെ എഴുതിക്കോളൂ. ഇതിൽ മുകളിലേക്ക് ആരോ വരുന്നത് എന്താണ്? കൂടുന്നു എന്നുള്ളതാണ്. ഇനി താഴേക്കാണ് ആരോ കാണിക്കുന്നതെങ്കിൽ, താഴോട്ടാണ് ആരോ കാണിക്കുന്നതെങ്കിൽ അത് കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അറിയില്ലെങ്കിൽ ഓക്കെ, പോട്ടെ, സാരില്ല. അപ്പം ലിക്വിഡ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ആയിട്ടാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും എന്ത് തന്നെയായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ലിക്വിഡിലെ എന്താണ് ലിക്വിഡിലെ പാർട്ടിക്കിൾസുകൾ ഗ്യാസ് ആയിട്ട് തന്നെ മാറുമ്പോൾ, ഗ്യാസ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയായിരിക്കും ചെയ്യുക. കാരണം അത് ഭയങ്കര ദൂരത്തിലോട്ടാണ് പോകുന്നത്, അല്ലെ? ലിക്വിഡിനേക്കാളും പാർട്ടിക്കിൾസിലെ
ലിക്വിഡിലെ പാർട്ടിക്കിൾസിനെക്കാളും ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കും എന്ത് സംഭവിക്കുക, ഗ്യാസസിലെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്ന പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ത് സംഭവിക്കും? ഗ്യാസ് മോളിക്യൂൾസിന് വളരെ കൂടുതലായിരിക്കും. അവയ്ക്ക് ഓടി കളിച്ച് നടക്കാനായിട്ടുള്ള സ്പേസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി നമുക്ക് എന്താണ് സോളിഡ് ചേഞ്ചസ് ഇൻടു ഗ്യാസ്, അതായത് സോളിഡ് ചേഞ്ചസ് ഇൻടു ഗ്യാസ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ അല്ലെ. അപ്പൊ സോളിഡ് നമുക്കത് നോക്കാം. ഗ്യാസ് ചേഞ്ചസ് ഇൻടു ലിക്വിഡിലേക്ക് ഞാൻ പിന്നെ വരാം. അതിന് മുമ്പ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതും പോലെ തന്നെയാണ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അത് ഒരുമിച്ച് പറയുന്നത് കാരണം ഈ രണ്ടെണ്ണത്തെ പോലെ സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോഴും ആ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും എനർജി ഓഫ് പാർട്ടിക്കിൾസും സംഭവിക്കുക. ഓക്കെ, അപ്പം സോളിഡ് ചേഞ്ചസ് ഇൻടു ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസസ് ആയിരിക്കും. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻടു ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അന്നേരവും കൂടുതലായിരിക്കും. ഓക്കെ, സോളിഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അപ്പോഴും എന്ത് തന്നെയായിരിക്കും? സോളിഡ് എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ഗ്യാസിലെ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും ഇൻക്രീസസ് ആയിരിക്കും. അതേപോലെ സോളിഡ് ആയിട്ടുള്ളത് ഗ്യാസ് ആയിട്ട് മാറി കഴിയുമ്പോൾ അവയുടെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, ഡിക്രീസസ്. ഓക്കെ, എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതും എന്താണ്? കൂടുതലായിരിക്കും, അത് ഇൻക്രീസസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. So when solid changes into gases, energy of particles is increases and the distance between the particle increases, movement of particles increases, but the distance between the particle is decreases. Okay, ഇനി gas changes into liquid. അതിനെന്താ പറയുന്നത്? കണ്ടൻസേഷൻ പ്രോസസ്സിൽ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതും സോളിഡ് എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ട് മാറുന്നതും ഒരേപോലെയാണ് പ്രോപ്പർട്ടീസുകൾ. പക്ഷെ ഇവിടെ ഗ്യാസ് ചേഞ്ചസ് ഇൻടു ലിക്വിഡ് ആകുമ്പോൾ, അതായത് ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ട് മാറുന്നു, അതായത് കണ്ടൻസേഷൻ സംഭവിക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗ്യാസ് എന്ന് പറയുന്നതിന്റെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ടും ലിക്വിഡിലെ പാർട്ടിക്കിൾസുകളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടും അവിടെ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? കുറവായിരിക്കും, ഡിക്രീസസ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്, അപ്പം അവിടെ സംഭവിക്കുക എന്താണ്? കുറച്ചുകൂടെ പാർട്ടിക്കിൾസുകൾ അടുത്തേക്ക് വരും. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറയും. അവരുടെ ആ ഒരു അകലച്ച് മാറി അടുക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത് അല്ലെ, പാർട്ടിക്കിൾസ് തമ്മിൽ. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസോ, അപ്പം വളരെ അകലെ നിന്ന പാർട്ടിക്കിൾസുകൾ അടുത്ത് വരികയാണ്. സോ അപ്പൊ അങ്ങനെ അടുത്ത് വരുമ്പം ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നതും അടുത്തടുത്ത് വരികയാണ്. അതായത് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടും. അപ്പം അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്യാസിനെ വെച്ച് നോക്കുമ്പോൾ അട്രാക്ഷൻ ലിക്വിഡിന് ഉണ്ട്. അപ്പം അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? കൂടും. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഇനി when gases changes into liquid, energy of പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം അവർക്ക് ഗ്യാസ് പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡിലെ പാർട്ടിക്കിൾസിന് എനർജി കുറവായിരിക്കും. അവയ്ക്ക് മൂവ്മെന്റ്സുകൾ ഗ്യാസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് കുറവാണെങ്കിൽ എനർജിയും കുറവായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ടേബിള്. സോ ഗ്യാസ് എന്താണ്, ലിക്വിഡ് എന്താണ്, സോളിഡ് എന്താണ്
ഇത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഓരോ ചേഞ്ചസ് അപ്പം അതിൻ്റെതും നമ്മൾ മനസ്സിലാക്കി. സോ ഇത്രയാണ് നമ്മളുടെ ഒരു ഡിഫ്യൂഷൻ ആണ്. സോ ഡിഫ്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസുകൾ, മാസിലുള്ള, വോളിയത്തിലുള്ള, ഷേപ്പിലുള്ള, അതേപോലെ അവയുടെ മൂവ്മെന്റ്സിലുള്ള, ഡിസ്റ്റൻസുകൾ, പാർട്ടിക്കിൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിലുള്ള, ഡിസ്റ്റൻസിലുള്ള, അതുപോലെ അട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനിലുള്ള, പാർട്ടിക്കിൾസുകളുടെ എനർജിയിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസുകളൊക്കെയാണ് നമ്മൾ നോക്കിയത്. സോ സോളിഡ്സിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു ടേബിൾ പഠിക്കുക. അതുപോലെ ക്യാംഫർ എന്ന് പറയുന്നത് സബ്ലിമേഷൻ എക്സാമ്പിൾ ആണെന്നും, സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആയിട്ട് നാഫ്തലിൻ, അയഡിൻ, അതായത് ഗ്യാസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻറ്റു സോളിഡ് ആയിട്ട് മാറുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട്, ആ സോളിഡിഫിക്കേഷൻ ഫിനോമിനന് എക്സാമ്പിൾ ആയിട്ട് നാഫ്തലിൻ, അയഡിൻ ആണെന്നുള്ളതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ. പിന്നെ ഈ ഓരോ ഫിനോമിനും സോളിഡിഫിക്കേഷൻ, സബ്ലിമേഷൻ, ലിക്വിഫാക്ഷൻ, കണ്ടൻസേഷൻ, വേപ്പറൈസേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ആ പേരുകൾ ഓർത്തിരിക്കുക, അതിന്റെ ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തരാം. ലിക്വിഡ് എന്ന് പറയുന്നത് ഡാഷ് ഇട്ടിട്ട് എന്താണ് ഗ്യാസ് തരും. ആ ഒരു പ്രോസസ്സ് എന്താ പറയാ, വേപ്പറൈസേഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ, ആരോ മാറാതെ നോക്കുക. ഓക്കെ, ആരോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് മാറുന്നത് വേപ്പർ ആണെന്ന് തന്നെ കൊടുക്കുക താഴെ. അതുപോലെ എന്താണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ട് മാറുമ്പോഴാണ് കണ്ടൻസേഷൻ സംഭവിക്കുക. ആരോ മാർക്ക് ചെയ്യുന്നു നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ പാർട്ടിക്കിൾസിലുള്ള മാറ്റങ്ങൾ, അവരുടെ സോളിഡ് ലിക്വിഡ് ഗ്യാസിലെ അവരുടെ മാസിലും അതിന്റെ ഷേപ്പിലും അതിന്റെ വോളിയത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെ നമ്മൾ ഇന്ന് നോക്കിയത്. സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക, പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തും നിങ്ങൾക്ക് പറയാവുന്നതാണ്, ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫ്യൂഷൻ ഒക്കെ നോക്കാം. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.